സുഹൃത്തുക്കളെ, മരണശേഷം മൃതദേഹം ദാനം ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇത് കേൾക്കാൻ സാധ്യത കുറവാണ്. കാരണം വളരെ വളരെ പരിമിതമായ അവസരങ്ങൾ മാത്രമേ മൃതദേഹം ദാനം ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ ഉപയോഗപ്പെടുത്താറുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഈ മൃതദേഹം ദാനം ചെയ്യുന്നതിനെ പറ്റി ഒരു പ്രചാരണമൊന്നും ഇപ്പോൾ കാണാനില്ല. ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഓർഗൻ ഡൊണേഷനും പറ്റിയും മൃതദേഹം ദാനം ചെയ്യുന്നതിനെ പറ്റിയും സർക്കാർ തന്നെ പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ത്യയിലെ അപൂർവമായിട്ട് ദൂരദർശനിലെങ്കിലും. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളോ അത്തരത്തിലുള്ള പരസ്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 പ്രോസസ്സാണ് ഈ മൃതദേഹം ദാനം ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ മൃതദേഹം ദാനം ചെയ്യുക വഴി നമുക്ക് സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയൊരു നന്മയുണ്ട്. അത് അവന് റിസർച്ചിന് വേണ്ടിയിട്ട് മൃതദേഹം വിട്ടുകൊടുക്കുക. ഒറിജിനൽ മൃതദേഹം ഉപയോഗിച്ച് പഠിച്ച് വളരുന്ന വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ അറിവ് വെച്ച് അവന് ചെയ്യാൻ സാധിക്കും. അതേസമയം കൃത്രിമമായ മാർഗങ്ങളിലൂടെയൊക്കെ മൃതദേഹം ആണ് എന്ന ധാരണയിൽ ഡെമ്മികളിലൊക്കെ പരീക്ഷിക്കുന്നത് യഥാർത്ഥ ഗുണഫലം ലഭിക്കുന്നതിനേക്കാൾ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഈ യഥാർത്ഥ മൃതദേഹം വെച്ചിട്ടുള്ള പഠനം. നമ്മൾ നമ്മുടെ മൃതദേഹം ദാനം ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം പിന്നിലാണ് എന്നുള്ളതാണ് അടുത്തുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കുന്നത്. ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചില സന്നദ്ധ സംഘടനകളിലും ചില പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് നൽകുന്നുണ്ടെങ്കിലും പക്ഷേ അതത്ര ഫലപ്രദമല്ല. ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ മൃതദേഹം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗവുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട്. അനാട്ടമി വിഭാഗത്തിൽ ചെന്നിട്ട് അനാട്ടമി വിഭാഗമാണ് മൃതദേഹം കൈകാര്യം ചെയ്യുന്നത്, അവ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ വിഭാഗത്തെ ബന്ധപ്പെട്ടിട്ട് ചില പ്രൊസീജിയറുണ്ട്, നിയമപരമായ ചില പ്രൊസീജിയറുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ മൃതദേഹം ദാനം ചെയ്യുന്നത് നമ്മുടെ കൺസെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത ബന്ധുക്കളുടെ അനുവാദവും ഇതിനകത്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഫോം, ഇത് ഒരു മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ കൈവശമുള്ളൊരു ഫോമാണ്. അതിനകത്ത് 2 തരത്തിലുള്ള ഫോമാണ്. ആദ്യം ഒന്ന് ഡോണറുടെ ആപ്ലിക്കേഷനാണ്. അത് മൃതദേഹം വിട്ടുകൊടുക്കുന്ന ആരാണോ അയാൾ ഒരു അപേക്ഷ മെഡിക്കൽ കോളേജിൻ്റെ ഡീൻ അല്ലെങ്കിൽ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനാട്ടമിക്ക് കൊടുക്കുന്നതിനകത്ത് നമ്മൾ പ്രത്യേകം പറയണം, എൻ്റെ മൃതദേഹം ഞാൻ ദാനം ചെയ്യാൻ തയ്യാറാണെന്നും എൻ്റെ മൃതദേഹത്തിന്മേൽ മരണശേഷം എൻ്റെ ബന്ധുക്കൾ ക്ലെയിം ചെയ്യില്ല എന്നും, അതായത് മറ്റു തരത്തിലുള്ള തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ അപേക്ഷയിൽ പ്രതിപാദിക്കുന്ന ചില വസ്തുതകൾ അങ്ങനെ ആ രീതിയിലായിരിക്കും ആ അപേക്ഷയിൽ ഉണ്ടാവുക. അത് കൃത്യമായി സൈൻ ചെയ്ത് ഫോട്ടോ പതിപ്പിക്കേണ്ടത് ചിലത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വ്യത്യാസം, ഫോട്ടോ പതിപ്പിക്കേണ്ടത് ഫോട്ടോ പതിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒപ്പിട്ട് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിലല്ല ഒപ്പോട് കൂടിയിട്ടാണ് ഇത് അനാട്ടമിക്ക് വിഭാഗത്തിൽ നൽകേണ്ടത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒബ്ജെക്ഷൻസും ഇല്ല എന്നുള്ളത് ഇതിനകത്ത് കൃത്യം പറയുന്നു. നോ ഒബ്ജെക്ഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ് എൻക്ലോസ്ഡ് ടുഗദർ വിത്ത്, അതായത് ഒബ്ജെക്ഷൻ ഇല്ല എന്നുള്ളത്, ആരുടെ ഒബ്ജെക്ഷൻ ഇല്ല എന്നുള്ളത് ബന്ധുക്കളുടെ മൃതദേഹം മരണശേഷം ഈ ബന്ധുക്കളിലാണല്ലോ നമ്മുടെ മൃതദേഹത്തിൻ്റെ അവകാശികളായിട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒബ്ജെക്ഷൻ, അവർ മതപരമായിട്ട് മൃതദേഹം സംസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അടുത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഉള്ള ഒരു സമ്മതം നേരത്തെ മേടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാത്ത പക്ഷം തർക്കങ്ങളുണ്ടാകും, മൃതദേഹം നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്നത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. ഫോം 2-ലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഡീറ്റെയിൽസ് ഓഫ് ദ ബോഡി ഡോണർ ഫോം 2-ൽ കൊടുക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അപ്പം എല്ലാ തരത്തിലുള്ള രോഗികൾക്കും ഇത്, രോഗിയാവട്ടെ, ഏജുള്ള ആളാവട്ടെ, ഏജ് ഇല്ലാത്ത ആളാവട്ടെ, ആരുമാവട്ടെ, നിങ്ങൾക്ക് മൃതദേഹം ദാനം ചെയ്യാം. പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഓർഗൻസ് മൊത്തം ഡൊണേറ്റ് ചെയ്തതിനു ശേഷം വെറും ബോഡിയായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ബോഡി കൊണ്ട് അവർക്ക് കാര്യമില്ല, അവർക്ക് ഓർഗൻസും കൂടെ വേണം. അപ്പോൾ ഫുൾ ബോഡിയായിട്ട് കൊടുക്കാനുള്ളത് ഓർഗൻ ഡൊണേഷന് മുമ്പ് ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതും ഇതിനകത്തൊരു വസ്തുതയായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ കൺസെൻറ്റ് പ്രധാനമായിട്ടും ഇവിടെ മേടിക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ടും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ആൺമക്കൾ, പെൺമക്കൾ, ഇവരിലാണ് പ്രധാനമായിട്ടും അടുത്ത ബന്ധുക്കളായിട്ട് വരുന്നത്. അവിവാഹിതരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലീഗൽ ഗാർഡിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അങ്ങനെ കൺസെൻറ്റ്, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഫോം 3-ൽ മേടിച്ച്
നമ്മൾ മെഡിക്കൽ കോളേജ് നമ്മുടെ അപേക്ഷയോടൊപ്പം അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ കൺസേൺ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് വരിക എന്നുള്ളത്. കാരണം ലീഗൽ ഒരു കൺസെൻറ്റ് മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ ലീഗൽ ഗാർഡിയൻ്റെയോ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അതിൻ്റെയൊക്കെ സമ്മതം കിട്ടുക എന്നുള്ളത് ഒരു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളാണ് ഈ കാര്യം മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ പ്രോസസ്സ് ഒന്ന് ലഘൂകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്തരത്തിലുള്ള ഒരു കൺസെൻറ്റ് മരണശേഷം മറ്റൊരു വ്യക്തികളിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ടീഡിയസ് ടാസ്ക് തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള പ്രോസസ്സ് ഒന്ന് ലഘൂകരിക്കുകയും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ ബോഡി ഈ മൃതദേഹം ദാനം ചെയ്യുക വഴി അതുവഴി സമൂഹത്തിനുണ്ടാകുന്ന വലിയൊരു ബെനിഫിറ്റ്, സമൂഹം എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് അതിനെ സഹായിക്കുന്നതാണ് എന്നുള്ള ഒരു സത്യം കൂടെ ആളുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരാം. അവരുടെ വെറുതെ മണ്ണിൽ ലയിപ്പിച്ച് കളയുകയോ കത്തിച്ച് കളയുകയോ ചെയ്യുന്നതിലും ഭേദമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ വിശാലമായ അർത്ഥത്തിൽ അവർക്ക് അവരുടെ മരണം ആഘോഷമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ മൃതദേഹം ദാനം ചെയ്യുന്നത്.